നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നതായിരുന്നു യു.ഡി.എഫിന്റെ ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ. എന്നാൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ യു.ഡി.എഫിന് അത്ര ആത്മവിശ്വാസമില്ല. പകരം ഒരു 7000 മുതൽ 15000 വരെ ഉള്ള വോട്ടുകൾക്ക് ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നതാണ് യു.ഡി.എഫിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അതിന് മേലെയും പോകാമെന്നതാണ് അവരുടെ കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. ലീഗ് തന്നെ മത്സരിച്ചത് പോലെയാണ്, അതായത് ലീഗിന്റെ ഒരു നേതാവ് മത്സരിച്ചത് പോലെയാണ് ഇത്തവണ മുസ്ലിം ലീഗ് ഇവിടെ മണ്ഡലത്തിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ രീതിയിൽ ഐക്യമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നതാണ് യു.ഡി.എഫിന്റെ പ്രധാനമായ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ എല്ലാം തന്നെ ആര്യടൻ ഷൗക്കത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നതാണ് യു.ഡി.എഫിന്റെ മറ്റൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. 2 പഞ്ചായത്ത് ഒഴികെ, അതായത് കരുളായിയും അമരമ്പലവും ഒഴികെയുള്ള 5 പഞ്ചായത്തിലും ലീഡ് നേടാൻ കഴിയുമെന്നതാണ് യു.ഡി.എഫിന്റെ വിലയിരുത്തൽ. ബൂത്ത് തലത്തിൽ അടക്കം ക്രോഡീകരിച്ച കണക്കുകൾ വിലയിരുത്തിക്കൊണ്ടാണ് LDF ഈ നിഗമനത്തിലേക്ക് എത്തുന്നത്. അതായത് നിലമ്പൂരിൽ 3000 വോട്ടിനെങ്കിലും ജയിക്കാം എന്നതാണ് കണക്കുകൂട്ടൽ. ആ കണക്ക് ഇങ്ങനെയാണ്. ഒന്ന്, എം സ്വരാജിന്റെ നാടായ പോത്തുകൽ പഞ്ചായത്തിൽ ലീഡ് LDF പ്രതീക്ഷിക്കുകയാണ്. ഇതോടൊപ്പം കരുളായി, അമരമ്പലം ഈ 2 പഞ്ചായത്തിലും മുന്നിലെത്താൻ കഴിയുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. ഇതോടൊപ്പം തന്നെയാണ് നിലമ്പൂർ നഗരസഭയിലും ലീഡ് പ്രതീക്ഷിക്കുകയാണ്. വെൽഫെയർ പാർട്ടി UDF പിന്തുണ നൽകിയ സംഭവം അത് വലിയ തോതിൽ തന്നെ ചർച്ചയാക്കിയിരുന്നു. മുഖ്യമന്ത്രി അടക്കം ശക്തമായി ഉയർത്തിയിരുന്നു. അതടക്കം നേട്ടമാകും എന്നതാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കൂടാതെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കൺ, CPM-ന്റെ ഐക്കണാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. കൂടാതെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി എത്തുന്നു. ഇത് രണ്ടും LDF പ്രവർത്തകർക്കൊക്കെ ഊർജ്ജമായിട്ടുണ്ടെന്നും അതോടൊപ്പം അതിലേക്ക് വോട്ട് ഭിന്നിക്കാതെ ഇടത് വോട്ടുകളൊക്കെ തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നതാണ് LDF കണക്കാക്കുന്നത്. LDF-ഉം UDF-ഉം വലിയ വിജയപ്രതീക്ഷയിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ നിർണ്ണയിക്കുന്ന ശക്തിയായി മാറുമെന്ന് PV അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. അതായത് ജമായത്തെ വിരുദ്ധ വോട്ടുകൾ, AP വിഭാഗത്തിന്റെ വോട്ടുകൾ PV അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. EK സമസ്തയുടെ ലീഗ് വിരുദ്ധ വോട്ടുകൾ PV അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ അൻവർ ക്യാമ്പിലേക്ക് എത്തും എന്നുള്ളതും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇത്രയും കണക്കുകൂട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് 20000 മുതൽ 30000 വരെ, അല്ലെങ്കിൽ 25000-ന് മുകളിലേക്ക് വോട്ട് സമാഹരിക്കുമെന്നൊരു പ്രതീക്ഷ ആണ്. എന്തായാലും PV അൻവറിന്റെ കണക്കുകൂട്ടൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് നമുക്ക് 23-ാം തീയതി തന്നെ അറിയാം. നിലവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അണ്ടർഗ്രൗണ്ട് ഹോംവർക്കിന് അനുസരിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ഇങ്ങനെയൊക്കെയാണ്.